ഇപ്പോൾ വെച്ചാൽ നമ്മുടെ പുതിയ വർക്ക് വരുന്നത് ഒരു ഷെൽബി കോബ്ര എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ സ്കെയിൽ മോഡലാണ്. അപ്പം ഇതാണിപ്പോൾ ഉള്ള ഈ വണ്ടിയുടെ അവസ്ഥ. വീട്ടിലടിക്കുന്ന പെയിൻ്റൊക്കെ അടിച്ച് മൊത്തം നാശമാക്കി വെച്ചേക്കുവാണ് ഈ വണ്ടി. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. പെയിൻറ്റിങ് മൊത്തം നമ്മളിത് മൊത്തം കളഞ്ഞിട്ട് പുതിയ പെയിൻറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആക്കി ഇറക്കുന്നതാണ്. ഷെൽബി കോബ്രയുടെ വർക്കാണ്ട് ഇപ്പോൾ ഇവിടം വരെയായി. നമ്മൾ ആ പെയിൻറ്റ് മൊത്തം വേണ്ട നമ്മൾ ഒരു 2 ദിവസം അടുപ്പിച്ചിട്ടാണ് ഇത് ടിന്നറിൽ മുക്കിയിട്ടേക്കുമായിരുന്നു. നല്ല വെള്ള കളർ ടിന്നറായിരുന്നു. അതിപ്പം ഓറഞ്ച് കളറായിട്ടുണ്ട്. വണ്ടിയുടെ കളർ മൊത്തം ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് മൊത്തം പറിച്ച് സാൻഡ് പേപ്പർ ഇട്ട് ഫുള്ള് പേപ്പർ മൊത്തം ഈ പെയിൻറ്റ് മൊത്തം കളഞ്ഞ് ഇടിക്കെടുക്കണം. അപ്പോൾ നമ്മുടെ ഷെൽബി കോബ്രയുടെ വർക്ക് കണ്ട ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ഫുള്ള് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. സിൽവർ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ട ഇത്രയും പെയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി റബ്ബർ കൊണ്ടിരിക്കുന്നത് ചുറ്റിക്കടിക്കുന്ന പെയിൻ്റാണ്. ഉണക്കഴിഞ്ഞ് നമ്മൾ ടിന്നറെ മുക്കിയെടുത്ത് സെറ്റാക്കിയതാണ്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷെൽബി കോബ്രയുടെ വർക്ക് കണ്ട ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ സൈഡ് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഹെഡ് നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് റെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടിയിൽ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ടയേഴ്സ് അത് ഇതിൻ്റെ അലോയ് വരുന്ന നമ്മൾ അത് ഫുൾ അപ്പോൾ വെച്ചാൽ നമ്മുടെ ഷെൽബി കോബ്രയുടെ വർക്ക് കണ്ട് ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ അടിയുള്ളൊരു സംഭവമല്ല, നമ്മൾ ടേപ്പെല്ലാം പീൽ ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഫെവിക്കോൾ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഒരുമാതിരി പെയിൻറ്റ് എഴുതുള്ളതുകൊണ്ട് അത് പോലെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മളിപ്പോൾ പെയിൻറ്റ് ഇത്ര ആയിട്ടുണ്ട്. ഇനി ഹെഡ്ലൈറ്റ് വേണ്ട സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഷെൽബി കോബ്രയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത വർക്ക്. ഇതിൽ നമ്മൾ ഫുൾ ബ്ലാക്ക് ആയിരുന്നല്ലോ, നമ്മളതിനെ ഫുൾ റെഡിലേക്ക് കൺവേർട്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അടിയിൽ നമ്മളൊരു ബ്ലൂ തീമാണ് എടുത്തേക്കുന്നത്. പിന്നെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് കാലിലൊക്കെ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ